ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സന്തോഷമുള്ളവർ പാട്ടുപാടട്ടെ എന്നാണ് ബൈബിൾ പറയുന്നത്. നിങ്ങളുടെ നാവിൽ നിന്ന്, നിങ്ങളുടെ അധരത്തിൽ നിന്ന്, നിങ്ങളുടെ വീട്ടിനകത്ത് നിന്ന്, നിങ്ങളുടെ ഭവനത്തിനകത്ത് നിന്ന് പുറപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ചേർന്നൊരു ഹാലലൂയ പറഞ്ഞാലും. ഹാലലൂയ, ഹാലലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഇന്ന് നമുക്കൊരു കീ സ്പോൺസർ ഉണ്ട്. എറണാകുളത്ത് നിന്ന് നീഷയാണ്. ഇന്ന് വിവേകിൻ്റെയും നീഷയുടെയും വിവാഹ വാർഷികമാണ്. വാവ്, ഹാപ്പി ആനിവേഴ്സറി വിവേക് ആൻഡ് നീഷ. അതുപോലെ തന്നെ ജനുവരി 11 നീഷയുടെ മാതാപിതാക്കളുടെ വിവാഹ വാർഷികമാണ് വരാൻ പോകുന്ന. അഡ്വാൻസ്ഡ് ഹാപ്പി ആനിവേഴ്സറി ടു നീഷാസ് പാരൻസ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം തങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കും അങ്ങേക്ക് നന്ദി പറയുന്നു. ആ കുടുംബത്തിലെ എല്ലാവർക്കും കർത്താവ് ദൈവികമായ ആരോഗ്യവും ദൈവിക സംരക്ഷണവും സാമ്പത്തിക അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉളവാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇത് സാധിക്കുമെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, മറ്റുള്ളവരെ പഠിപ്പിക്കണം. അങ്ങനെ നമുക്ക് സൗജന്യമായി കിട്ടിയത് നമ്മൾ മറ്റുള്ളവർക്ക് സൗജന്യമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കണം. കർത്താവ് അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. വലിയ സന്തോഷമുണ്ട് വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് വരാൻ കർത്താവ് തന്ന കൃപയ്ക്കായി. നമ്മുടെ ആയുസ്സിൽ ആകപ്പാടെ നിലനിൽക്കുന്നത് ദൈവത്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്നതും ദൈവത്തിനായി ജീവിക്കുന്നതും ഇങ്ങനെയുള്ളത് മാത്രമേ ഉള്ളൂ. 1 കൊരിന്ത്യർ 13:13 പറയുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 നിലനിൽക്കുന്നു. ഇതിലേറ്റവും വലുത് സ്നേഹമാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, സ്നേഹത്തിൻ്റെ ആത്മാവിൽ എന്നെ സ്നാനപ്പെടുത്തണേ, എന്നെ നിറയ്ക്കണമേ. ആമേൻ. വാ, ഇന്നലെ മിനിഞ്ഞൊന്ന് കേട്ട് ഞാനിങ്ങനെ കെട്ടിടം പണിയുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നത് അല്ലേ? അതെ, ഇത് വലിയ കാര്യമാണ്. നമ്മുടെ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകുന്നതും പണിയുന്നതും നിസ്സാര കാര്യമല്ല. ഒത്തിരി പേര് ജീവിതം കളിതമാശാക്കി കളഞ്ഞു. ഒത്തിരി പേർക്ക് അത് സംഭവിച്ചില്ലേ? ഈ മരിക്കുന്ന ആ നിമിഷം ഞാൻ നിങ്ങളോടൊന്ന് കണ്ണിൽ നോക്കി ചോദിക്കുക, മരിക്കുന്ന ആ നിമിഷം നിങ്ങൾക്ക് ഭയങ്കരമായ ദുഃഖത്തോടെ, വേദനയോടെ, ചങ്ക് തകർന്ന് മരിക്കുമോ? കൃതാർത്ഥതയോടെ, സമാധാനത്തോടെ എല്ലാം ചെയ്ത് പൂർത്തിയാക്കി സ്വസ്ഥതയോടെ ഇവിടുന്ന് പോകുമോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒത്തിരി പേരും ജീവിതം അൺഫിനിഷ്ഡായി, ചെയ്യാനുള്ളത് ചെയ്യാതെ ഹാഫ് ഡണ്ണായി, അങ്ങനെയൊക്കെയല്ലേ പലരും മരിക്കുന്നത്. എന്നാൽ നല്ല രീതിയിൽ എല്ലാം കൃത്യമായി ചെയ്ത് റെഡിയായി ഇവിടുന്ന് പോകാൻ ഒരുക്കം നമുക്ക് വേണ്ടേ? അപ്പം നമ്മുടെ ജീവിതം ചുമ്മാ അങ്ങ് ജീവിക്കാതെ, ഓരോ ദിവസവും ചുമ്മാ അങ്ങ് ജീവിച്ച് കളിച്ച് ചിരിച്ച് അങ്ങ് കളയാതെ വളരെ ഗൗരവത്തോടുകൂടെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു, ഈ വർഷം 2024 ഇത് ക്രിസ്തുവിൻ്റെ വർഷമാണ്, കർത്താവിൻ്റെ വർഷമാണ്. ഓഫ് കോഴ്സ് ഇത് കൊയ്ത്തിൻ്റെ വർഷമാണ്, വർധനവിൻ്റെ വർഷമാണ്, ഇത് ഇരട്ടിക്കുന്ന വർഷമാണ്, ഇത് വിശാലതയുടെ വർഷമാണ്, ഇത് തേജസ്സിൻ്റെ വർഷമാണ്, ഇത് ദൈവസാന്നിധ്യത്തിൻ്റെ വർഷമാണ്, എന്നാ വേണേലും പറഞ്ഞു. പക്ഷെ ആധാരം, ഫൗണ്ടേഷൻ ഇസ് ക്രൈസ്റ്റ് ആണോ? കർത്താവല്ലേ നമ്മുടെ ആധാരം. പൗലോസ് ഈ കഴിഞ്ഞ ദിവസം 1 കൊരിന്ത്യർ 3:10 മുതലുള്ള വചനങ്ങൾ വായിച്ചപ്പോൾ ഞാൻ അതിൽ നിന്നും എടുത്തെടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്. യുഗായുഗങ്ങൾക്ക് മുമ്പ് വളരെ ടെസ്റ്റഡായും തിരഞ്ഞെടുക്കപ്പെട്ടതും എന്ന് മാത്രമല്ല, ഇങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കുക, ഇപ്പോൾ ഒരു വലിയൊരു കെട്ടിടം പണിയാൻ പോവുക, അതിൽ ആദ്യത്തെ കല്ലിടാൻ പോവുക. ആദ്യത്തെ കല്ലിടുന്നത് എവിടെന്നെങ്കിലും പറമ്പിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു കല്ലുകൊണ്ടെന്ന് കുഴിച്ചിടുകയാണ് ചെയ്യുന്നോ? അത് കൃത്യമായി അതിൻ്റെ ആശാരിമാർ നോക്കി കൃത്യമായി ചെത്തി റെഡിയാക്കി ക്വാളിറ്റി ഉള്ളതാണെന്ന് നോക്കിയിട്ടാണ് അതിടുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? ഈ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേയിങ് അല്ലേ, മൂലക്കല്ലിടുന്ന, തറക്കല്ലിടുന്ന ദിവസം പ്രധാനപ്പെട്ട ആളുകളൊക്കെ വിളിച്ചു വരുത്തി ചായ സൽക്കാരവും സെലിബ്രേഷനോട് കൂടിയാണ് അതിടുന്നത്. കാരണം ഞാൻ ഒത്തിരി പോയിട്ടുണ്ട്
അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ അതൊരു എത്ര ഇമ്പോർട്ടൻസ് ആണ് അതിന് കൊടുക്കുന്നത്. എന്നാൽ അതിന് ശേഷമുള്ള കല്ലുകൾക്കൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് കണ്ടിട്ടില്ല, അല്ലേ? ആയിരക്കണക്കിന് കല്ലുകൾ വയ്ക്കുമെങ്കിലും ഒന്നാം കല്ല്, ആധാരക്കല്ല്, മൂലക്കല്ലിനാണ് ഇമ്പോർട്ടൻസ്. അത് ക്രിസ്തുവാണ്. പൗലോസ് വീണ്ടും എടുത്തു പറയുകയാണ്, ഇട്ടിരിക്കുന്ന ഈ അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടാൻ ഒരാൾക്കും അനുവാദമില്ല. അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. ജീവിതത്തിൻ്റെ ആധാരം, നമ്മുടെ കെട്ടിടം പണിയുടെ ആധാരം, സഭയുടെ ആധാരം, വ്യക്തിപരമായ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ, ഇതെല്ലാം ക്രിസ്തുവാണ്. അതിൻ്റെ മുകളിലാണ് ജ്ഞാനത്തോടെ, കെയർഫുള്ളായി, എല്ലാവരും പറഞ്ഞ് സൂക്ഷ്മതയോടെ, ശ്രദ്ധയോടെ പണി നടക്കേണ്ടത്. അതിന് മുകളിൽ നമുക്ക് പല വിധത്തിലുള്ള മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് പണിയാം. പക്ഷേ ഒരു ദിവസം ഒരു ടെസ്റ്റ് വരും, തീ കൊണ്ടായിരിക്കും ടെസ്റ്റ് നടക്കുന്നത്. അതിൽ കെട്ടിടം പണി വെന്തു പോകാതെ, തീയിൽ കത്തിച്ചാമ്പലാകാതെ വെറും ഒരു പിടി ചാർക്കോളായി മാറാതെ നിൽക്കുവാണെങ്കിൽ പ്രതിഫലം കിട്ടും. ഇല്ലെങ്കിൽ എല്ലാം നഷ്ടമായി. ആള് രക്ഷപ്പെടും, പക്ഷെ പ്രതിഫലമില്ല, വലിയൊരു നഷ്ടം അനുഭവിക്കേണ്ടി വരും. ഓക്കെ, ആ ഭാഗത്ത്, അതായത് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 10 മുതൽ താഴേക്ക് കിടക്കുന്ന ആ ഭാഗത്ത് 17 വരെ അത് പോകുന്നുണ്ട്. ആ ഭാഗത്ത് ദേവാലയ നിർമ്മിതിയെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദേവാലയ നിർമ്മിതി. ഇന്നലെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ ദേവാലയം സഞ്ചരിക്കുന്ന ദേവാലയമായിരുന്നു. ഇറ്റ് വാസ് എ മൊബൈൽ ടെമ്പിൾ. എന്നാൽ അവസാനത്തേതും അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ, പുതിയ നിയമത്തിലെ, അതെന്താണ്? നമ്മളാണ്. അല്ലെങ്കിൽ ഒന്നുകിൽ ഒറ്റയ്ക്ക് ഒരു ദൈവ പൈതൽ, ഒരു വിശ്വാസി, അല്ലെങ്കിൽ വിശ്വാസികളുടെ കൂട്ടം. 2 എക്സ്പ്രഷനാണ് ദേവാലയത്തിന്. ഇൻഡിവിജ്വൽ എക്സ്പ്രഷൻ, കോർപ്പറേറ്റ് ഓർ കോൺഗ്രിഗേഷണൽ എക്സ്പ്രഷൻ. ഇങ്ങനെ 2ആണുള്ളത്. അതിൽ വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ പണിത് മുന്നിലേക്ക് കൊണ്ടുപോകാൻ. ഫൗണ്ടേഷൻ ഈസ് ജീസസ് ക്രൈസ്റ്റ്, ഹി ഈസ് ഓൾസോ ദ കോർണർ സ്റ്റോൺ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഈ മൂലക്കല്ലിട്ട ശേഷം പിന്നെ ഇങ്ങനെ ഓരോ നിരകളായി ഈ അടുത്ത കല്ലുകൾ ഇങ്ങനെ നിരത്തി വയ്ക്കും. അതിൽ മറ്റടിസ്ഥാന കല്ലുകൾ ഏതൊക്കെയാണ്? എഫെസ്യ ലേഖനം 2-ാം അധ്യായം 19-20 വചനങ്ങളിൽ അത് വ്യക്തതയോടെ പറഞ്ഞിട്ടുണ്ട്. എഫെസ്യ ലേഖനം 2:19-20 പറയുന്നത്, കോൺസിക്വൻ്റ്ലി യു ആർ നോ ലോnger ഫോറിനേഴ്സ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ്. നിങ്ങൾ ആരും അന്യരോ അല്ലെങ്കിൽ അപരിചിതരോ ഒന്നുമല്ല, വിദേശികളല്ല, പരദേശികളല്ല, ബട്ട് ഫെലോ സിറ്റിസൺസ് വിത്ത് ഗോഡ്സ് പീപ്പിൾ. എന്ന് വെച്ചാൽ ദൈവമക്കളോട്, ദൈവജനത്തോടുകൂടെ നിങ്ങൾ സഹപൗരന്മാരാണ്. നിങ്ങളിനി അന്യരല്ല, പരദേശികളല്ല. ആൻഡ് ഓൾസോ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഹൗസ് ഹോൾഡ്. അവൻ്റെ ഭവനക്കാരാണ് നിങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെ ഭവനത്തിലെ അംഗങ്ങളാണ്. 20-ാമത്തെ വചനത്തിൽ, ബിൽറ്റ് ഓൺ ദ ഫൗണ്ടേഷൻ ഓഫ് ദി അപ്പോസ്റ്റൽസ് and prophets with Christ Jesus himself as the chief cornerstone. കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ഇവിടെ ഉണ്ട്. പൗലോസ് തന്നെയാണ് ഇത് പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, യേശു ക്രിസ്തു എന്ന പ്രധാന മൂലക്കല്ലിനോട് ചേർന്ന് മറ്റ് ചില കല്ലുകൾ കൂടി ഇട്ടാണ് അടിസ്ഥാനം റെഡിയാക്കുന്നത്. ഏതൊക്കെയാണ്? അപ്പോസ്റ്റൽസ് ആൻഡ് പ്രോഫറ്റ്സ്. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11 മുതൽ വായിക്കുമ്പോൾ, അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, മറ്റു ചിലരെ സുവിശേഷകന്മാരായി, ഇനിയും ചിലരെ ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരുമായി അവൻ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 തരം മിനിസ്ട്രി ഗിഫ്റ്റ്സിനെ കുറിച്ചാണ് പൗലോസോട് പറയുന്നത്. അപ്പോസ്തലന്മാരിൽ ആരംഭിക്കുന്നു, 2-ാം സ്ഥാനം പ്രവാചകന്മാർക്ക്, പിന്നെ സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, അങ്ങനെ 5 വിധത്തിലുള്ള മുഖ്യ ശുശ്രൂഷകരുണ്ട് പുതിയ നിയമത്തിൽ. അതിൽ ഫൗണ്ടേഷൻ സ്റ്റോണിനോട് ചേർന്ന്, മൂലക്കല്ലിനോട് ചേർന്ന് വരുന്ന മറ്റ് ഫൗണ്ടേഷൻ സ്റ്റോൺസിന് പ്രധാനമായി ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ്. പുതിയ നിയമസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്ന 2 ശുശ്രൂഷക സംഘങ്ങളാണ് അപ്പസ്തോലിക ശുശ്രൂഷ ചെയ്യുന്നവരും പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നവരും. അവരെയാണ് ഫൗണ്ടേഷൻ
കോർണർ സ്റ്റോൺ കഴിഞ്ഞാൽ മറ്റുള്ള ഫൗണ്ടേഷൻ സ്റ്റോൺസ് ആയിട്ട് പിതാവ് ഇട്ടിരിക്കുന്നത്. എത്ര സഭകളിൽ നിന്ന് അപ്പസ്തോലന്മാരുണ്ട്, എത്ര സഭകളിൽ നിന്ന് പ്രവാചകന്മാരുണ്ട്. ചിന്തിക്കേണ്ടതാണ്. അതല്ലാതെ കൂട്ടം കൂടിയതുകൊണ്ട് സഭ ആകണമെന്നില്ല. ശരിയായ രീതിയിൽ വെൽ സ്ട്രക്ചേർഡായി പണിയപ്പെടുന്നൊരു സഭയിൽ മൂലക്കല്ല്, ആധാരക്കല്ല് ക്രിസ്തുവായിരിക്കും. അതില്ലാത്ത ഒരു പരിപാടിയില്ല, ഒരു പണിയുമില്ല. എന്നാൽ അതിന് മുകളിലേക്കുള്ള പണി, അതിൻ്റെ മുകളിലേക്കുള്ള പണികളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. എല്ലാവരും ഒന്ന് പറഞ്ഞ ലൈവ് ചാറ്റിലിട്ടെ, അപ്പോസ്തലൻ ഇങ്ങനെ ഇടുക: യേശു ക്രിസ്തു എന്ന മൂലക്കല്ലിനോട് ചേർന്ന് പണിയപ്പെടുന്ന കല്ലുകൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ്. ഒന്ന് ടൈപ്പ് ചെയ്തിടുക. എന്നിട്ട് അതിന് ശേഷം പറയുന്നത് കേട്ടോ, ഇൻ ഹിം, ക്രിസ്തുവിൽ, ദ ഹോൾ ബിൽഡിംഗ്, ഈ കെട്ടിടം മുഴുവൻ, is joined together and rises to become a holy temple in the Lord. അവനിൽ ആണ് ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു വിശുദ്ധ മന്ദിരമായി നമ്മൾ പണിയപ്പെടുന്നു. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് ഒരാളുടെ ശരീരം ദേവാലയം എന്ന് പറഞ്ഞാലും അങ്ങനെയുള്ള എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് കമോൺ ഒരു ദേവാലയം ശരിയായ ഒരു വലിയ സൗധമായി ഇത് മാറുന്നത്. ഇനി and in him you two are being built together to become a dwelling in which God lives by his spirit. ദൈവം തൻ്റെ ആത്മാവിൽ വസിക്കുന്ന ഒരു വലിയ കെട്ടിടമായി നിങ്ങളെല്ലാവരും ചേർന്ന് വളരെ യുക്തമായി യോജിച്ച രീതിയിൽ കർത്താവ് പണിയുന്നു. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ മൂലക്കല്ല് ക്രിസ്തുവാണെന്ന് കണ്ടു. മറ്റടിസ്ഥാന കല്ലുകളിൽ മുഖ്യമായത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണെന്ന് കണ്ടു. എന്നാൽ അതിന് മുകളിലേക്ക് ഇനിയും ആയിരക്കണക്കിന് കല്ലുകൾ കാണാം, അല്ലേ? മൂലക്കല്ല് ഒന്നേ ഉള്ളൂ, അടിസ്ഥാന കല്ലുകളും ചുരുക്കമാണ്. എന്നാൽ അതിന് മുകളിലേക്കുള്ള പണിയിൽ ആയിരക്കണക്കിന് ഇഷ്ടികകളോ അല്ലെങ്കിൽ കോൺക്രീറ്റ് കട്ടകളോ അല്ലെങ്കിൽ സിമന്റ് ബ്രിക്സോ ഹോളോ ബ്രിക്സോ ചെങ്കല്ലോ ഓടുകൊണ്ടുണ്ടാക്കിയ കട്ടകളോ ഇതൊക്കെ കൊണ്ടാണ് പണിയുന്നത്. ആയിരക്കണക്കിന് കല്ലുകളാണ് വെക്കുന്നത്. അതെവിടെ നിന്ന് കിട്ടും? അതാണ് 1 പത്രോസ് 2-ാം അധ്യായം 4 മുതൽ 7 വരെ കാണുന്നത്. 1 Peter chapter 2 4-7 അവിടെ കാണുന്നത് അതാണ്. ആ ഭാഗം നോക്കിയേ. As you come to him, that means as you come to Christ, the living stone. കർത്താവിനോട് പറഞ്ഞിരിക്കുന്നത് the living stone. ആ എസ് ക്യാപിറ്റലാണ്. അത് ക്രിസ്തുവിനെ കാണിക്കുന്ന ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കലേക്ക് നിങ്ങൾ വന്നിട്ട്, റിജക്റ്റഡ് ബൈ ഹ്യൂമൻസ് ബട്ട് ചോസൺ ബൈ ഗോഡ്. മനുഷ്യരാൽ തള്ളപ്പെട്ടെങ്കിലും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യർ തള്ളി, പക്ഷെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ഞാൻ നിങ്ങളെ നോക്കി പറയുകയാണ്, നിങ്ങളെ ഒത്തിരി മനുഷ്യർ ജീവിതത്തിൽ തള്ളിക്കളഞ്ഞു കാണും. ഇവനെ കൊള്ളില്ല, ഇവളെ കൊള്ളില്ല, പണിക്ക് കൊള്ളില്ല, കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കളഞ്ഞു കാണും. പക്ഷേ ഞാൻ നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി പറയാം, മനുഷ്യർ നിങ്ങളെ തള്ളിയെങ്കിലും പിതാവായ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ ഈ വചന ശുശ്രൂഷ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വാവ്. അതിനുശേഷം rejected by humans but chosen by God and precious to him. അവന് വിലപ്പെട്ടതാണ് ക്രിസ്തു. അവന് വിലപ്പെട്ടതായിരിക്കുന്നത് പോലെ തന്നെ you are also so precious to God. 5-ാം വചനത്തിൽ you also like living stones. ഇനി നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ are being built into a spiritual house. ഒരു ആത്മീയ ഭവനമായി പണിയപ്പെടുന്നു. To be a holy priesthood, offering spiritual sacrifices acceptable to God through Jesus Christ. അവിടെ പറയുന്നത് കേട്ടോ, നിങ്ങളൊരു വിശുദ്ധ പുരോഹിത വർഗമായി, ദൈവത്തിന് സുഗ്രാഹ്യമായ, ദൈവം സ്വീകരിക്കുന്ന പ്രസാദിക്കുന്ന ആത്മീയ യാഗങ്ങൾ കഴിക്കപ്പെടേണ്ടതിന്, ക്രിസ്തുവിലൂടെ അത് അർപ്പിക്കേണ്ടതിന് നിങ്ങളും പണിയപ്പെടുകയാണ്. എങ്ങനെ പണിയപ്പെടുന്നു? ജീവനുള്ള കല്ലുകളായി. എല്ലാവരും പറഞ്ഞേ, ലൈവ് ചാറ്റിൽ വന്നിട്ടേ, ഐ എം എ ലിവിങ് സ്റ്റോൺ ടൈപ്പ് ചെയ്തിട്ട്, ഞാൻ ഒരു ജീവനുള്ള കല്ലാണ്. വാവ്. ആ പ്രയോഗം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. കല്ലിന് ജീവനുണ്ടോ? നോ. പക്ഷെ ഞാനോ, എനിക്ക് ഞാൻ ജീവനുള്ള കല്ലുകളാണ്.
കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഈ നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കും. ആ ഭിത്തിയിലൊക്കെ അവിടെയുള്ള കല്ലുകൾ ദേവാലയത്തിൻ്റെ കല്ലുകളാണ് എന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുമെങ്കിലും പിന്നീട് അതിനൊരു ഇംപ്ലിക്കേഷൻ ഉള്ളത്, ഇന്ന് കല്ലുകൾ ജീവനില്ലാതെ എന്നതുപോലെ കിടക്കുന്ന പല കല്ലുകൾക്കും ജീവൻ വെച്ച് അവർ ആർപ്പിടാൻ പോവുകയാണ്. എന്ന് വെച്ച പല ജനതകൾ ദൈവത്തിൽ നിന്ന് ജീവൻ പ്രാപിച്ച് അവർ ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. നിങ്ങൾ യഹൂദന്മാർ, വിളിക്കപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവത്തെ സ്തുതിച്ചാരാധിച്ചില്ലെങ്കിൽ ജനതകൾ, വിജാതീയർ, നിരവധി പീപ്പിൾ ഗ്രൂപ്പ്സ്, അവർ ഇന്ന് കല്ലുകൾ പോലെ ജീവനില്ലാതെ കിടക്കുന്നെങ്കിലും അവരിൽ പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ വന്നിട്ട് അവരാർക്കാൻ തുടങ്ങും. മൂഢജാതികളെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും. ഓക്കെ, തുടർന്ന് വായിക്കുമ്പോൾ for in scripture it says, see, I lay a stone in Zion and chosen and precious cornerstone. നേരത്തെ പറഞ്ഞത് ഇവിടെ ആവർത്തിക്കുകയാണ്. ഇതാ സിയോനിൽ ഞാനിത് വിലപ്പെട്ടൊരു കല്ല്, തിരഞ്ഞെടുക്കപ്പെട്ടൊരു കല്ല് ഇട്ടിരിക്കുന്നു. And the one who trusts in him will never be put to shame. അവനിൽ വിശ്വസിക്കുന്ന ആരും ലജ്ജിച്ചു പോകുകയില്ല. 7 Now to you who believe, this stone is precious. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഈ കല്ല് വളരെ വിലപ്പെട്ടതാണ്. But to those who do not believe, എന്നാൽ വിശ്വസിക്കാത്തവർക്കോ, the stone the builders rejected has become the cornerstone. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, മൂലക്കല്ല് ക്രിസ്തു, അതിനോട് ചേർത്ത് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും, അതിൻ്റെ മുകളിലേക്ക് ജീവനുള്ള കല്ലുകളായി നമ്മൾ ഓരോരുത്തരെയും കർത്താവ് ചേർത്ത് പണിയുകയാണ്. അപ്പം അവിടെ ജ്ഞാനമുള്ളൊരു പണിക്കാരനായിട്ടാണ് പൗലോസ് അത് ചെയ്യുന്നത്. ഈ ജ്ഞാനം ആരാണ് തരുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ജ്ഞാനത്തിൽ മാത്രമേ നമുക്ക് ഈ സഭാ നിർമ്മാണം നടത്താൻ കഴിയൂ. ഇന്ന് എത്രയോ സ്ഥലങ്ങളിൽ സഭയുടെ കെട്ടിടങ്ങൾക്ക് വേണ്ടി വലിയ പ്രശ്നങ്ങളും കേസും ഒക്കെ നടക്കുന്നു. എന്നാൽ കർത്താവ് അവിടെയൊന്നുമില്ല. കർത്താവ് വസിക്കുന്നത് മൊബൈൽ ടെമ്പിൾസിലാണ്. ഇങ്ങനെ സഞ്ചരിക്കുന്ന ദേവാലയങ്ങളിലാണ് ഈ കാലഘട്ടത്തിൽ കർത്താവ് വസിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ പൗലോസ് പറയുന്നത്, ഞാൻ പ്രധാന ശില്പിയായിട്ട് ഇതൊക്കെ അടിസ്ഥാനമൊക്കെ ഇട്ട് നിങ്ങൾ എൻ്റെ മുകളിൽ പണിയുന്ന പക്ഷേ സൂക്ഷിച്ച് പണിയണം. എന്നാൽ അവിടെ പറയുന്നു, there is a dweller of the temple. ഈ ദേവാലയത്തിൽ ഒരാൾ വസിക്കുന്നുണ്ട്. അതാരാണ്? God, the Holy Spirit. പരിശുദ്ധാത്മാവാം ദൈവം. ദൈവം തൻ്റെ ആത്മാവിലൂടെ അതിൽ അധിവസിക്കുന്നു. ഒരു കാര്യം കൂടി വാർണിംഗ് ആയിട്ട് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഇങ്ങനെ പറയാം, ഡെസ്ട്രോയേഴ്സ് ഓഫ് ദ ടെമ്പിൾ ഷാൽ ബി ഡെസ്ട്രോയ്ഡ്. ആര് ദേവാലയം നശിപ്പിച്ചാലും അവരെ ദൈവം നശിപ്പിക്കും. പഴയ നിയമകാലത്ത് ഈ വലിയ ദേവാലയമൊക്കെ പണിതല്ലോ. സോളമൻ്റെ നേതൃത്വത്തിൽ വർഷങ്ങളെടുത്തൊരു ദേവാലയം പണിതു. അവിടെ വിലപ്പെട്ട പലത് ഉപയോഗിച്ചാണ് പണിതത്. എന്നാൽ ബാബിലോണിലുള്ള ആളുകൾ വന്ന് ദേവാലയം നശിപ്പിച്ചു. ദൈവം ബാബിലോണിയരെ നശിപ്പിച്ചു. ആരെല്ലാം ദേവാലയം തകർത്തിട്ടുണ്ടോ അതിനെതിരെ കർത്താവ് യുദ്ധം പ്രഖ്യാപിച്ചു. ഇന്നും ഈ ശരീരം ദേവാലയമാണ്. ഇതിനെ ഞാൻ തന്നെ നശിപ്പിച്ചാൽ ഞാൻ തന്നെ നശിപ്പിക്കപ്പെടും. ഒരാൾ പറയാണ്, മദ്യപിച്ച് ഒന്നും നോക്കണ്ടെന്ന്, മനുഷ്യ ശരീരം ഇന്നുണ്ട് നാളെ ഇവിടെ മണ്ണിൽ പോകാനുള്ളതല്ലേ, ആസ്വദിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മദ്യപിക്കുകയും എല്ലാവിധ ഡ്രഗ്സും അതും ഇതും വേണ്ടാത്ത അശ്ലീലമായ സകലത്തിലേക്കും ഈ ശരീരത്തെ ഉപയോഗിക്കുമ്പോൾ, അബ്യൂസ് ചെയ്യുമ്പോൾ ദൈവം പറയുന്നത് ഞാൻ നശിപ്പിക്കും. കാരണം ഇന്ന് ഞാൻ വസിക്കാൻ ആഗ്രഹിക്കുന്നത് നിൻ്റെ ശരീരത്തിലാണ്. ആ ശരീരം നശിപ്പിച്ചാൽ ദൈവം നശിപ്പിക്കും, അതിനെ നശിപ്പിക്കും. ചിലരൊന്ന് ചോദിക്കും, സിഗരറ്റ് വലിക്കരുതെന്ന് ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? മദ്യപിക്കരുതെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ചോദിക്കുവാണല്ലോ. വാക്യം കാണിക്കും. ഈ വാക്യം മാത്രം മതി. ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. വേറെ ഒന്നും ഇനി ചോദിക്കണ്ട. ഇതിലുണ്ടല്ല. പല ബ്രാൻഡുകളും ആധുനികമായ പരിപാടികൾ പലതും വചനത്തിൽ കാണില്ലായിരിക്കാം. ഹുക്ക വലിക്കാമോ? നാവിൻ്റെ അടിയിൽ വയ്ക്കാമോ? ഇഞ്ചക്ട് ചെയ്ത് കയറ്റുന്ന ലഹരി, ഇതൊക്കെ എവിടെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്?
ഉണ്ട് കുഞ്ഞെ. ദേവാലയം നശിപ്പിക്കുന്നതിന് ദൈവം നശിപ്പിക്കും. പെട്ടെന്ന് നമുക്കൊരു സാക്ഷ്യം കേൾക്കാം. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്ലീസ് സ്റ്റേ ബാക്ക്. ബ്രദർ, ഈ സഹോദരിമാർ അപ്പുറത്ത് നിൽക്കുന്നത് സോജി, ഇത് 2 സിസ്റ്റേഴ്സാണ്. സോജിയുടെ അനുജത്തിയാണ് ഇത് റോജി. സോജിക്ക് ദൈവം ചെയ്തു കൊടുത്ത ഒരു അനുഗ്രഹവും അവരുടെ 2 സാക്ഷ്യങ്ങളുമായിട്ടാണ് ഇവർ നിൽക്കുന്നത്. സോജിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടും കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഏതാണ്ട് ഇന്നേക്കൊരു 4 വർഷം മുമ്പാണ് തൻ്റെ വിവാഹം കഴിഞ്ഞത്. 2 വർഷമായിട്ടും കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. സാധാരണ ഇവർ ചെക്കപ്പ് നടത്തി കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. തൻ്റെ ടൈമിംഗ് റെഗുലറായിട്ടല്ല വരുന്നത്, അതുകൊണ്ടാണ് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷേ 2 വർഷമായിട്ടും ഇല്ലാതിരുന്നത് കൊണ്ട് ഈ സോജി ആ സമയത്ത് വിദേശത്തായിരുന്നു തൻ്റെ ഭർത്താവിൻ്റെ കൂടെ. അനുജത്തിയായ റോജി താൻ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണുകയും ഇതുപോലുള്ള ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരാളാണ്. താൻ ചെയ്തത് ഒരു പ്രയർ ഡയറി വാങ്ങിയിട്ട് തൻ്റെ ചേച്ചിക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി ആ പ്രയർ ഡയറിയിലെ ആ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. തന്നെയല്ല, അതിലൊരു പ്രാർത്ഥന വിഷയമായി അത് എഴുതി വയ്ക്കുകയും ചെയ്തു. എല്ലാ ദിവസവും താൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കും. TV പ്രോഗ്രാം കാണുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ചേച്ചിക്ക് വേണ്ടി ഈ മോള് പ്രാർത്ഥിക്കുമായിരുന്നു. തന്നെയല്ല, വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പുകളൊക്കെ പറയുമ്പോൾ ചേച്ചിക്ക് വേണ്ടി അനുജത്തി കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉടുപ്പുകളെല്ലാം വാങ്ങി ചെയ്ത പരിപാടിയാണത്. താൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉടുപ്പുകളെല്ലാം വാങ്ങി സൂക്ഷിക്കുമായിരുന്നു. അങ്ങനെ താൻ ഏതാണ്ട് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ ചേച്ചി ഗർഭിണിയായി എന്നാണ് അവർ പറയുന്നത്. തന്നെയല്ല, അതിനുശേഷം തുടർന്നും ഈ കുഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, നല്ലൊരു കുഞ്ഞിനെ ജന്മം കൊടുക്കണം, ഡെലിവറി ടൈമിൽ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ ഇത് പ്രാർത്ഥിക്കുമായിരുന്നു. സഹോദരി സോജി പറഞ്ഞത് തന്നെ ലേബർ റൂമിലേക്ക് കയറ്റുന്ന ആ സമയത്ത് കോൾ സെൻറ്ററിലോട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഇവർ പോയത്. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോഴേക്കും അവിടെ നിന്ന് പ്രെയർ വോറിയേഴ്സ് പറഞ്ഞു, ഒരു കുഴപ്പം ഉണ്ടാവില്ല, വേദനയില്ലാതെ ദൈവം നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ നൽകും എന്ന് പറഞ്ഞു. ഈ സഹോദരി പറഞ്ഞത് അതുപോലെ തന്നെ ഇവർ ലേബർ റൂമിൽ കയറിയ ഉടൻ തന്നെ മറ്റൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ, വേദനയില്ലാതെ നോർമൽ ഡെലിവറിയിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ ദൈവം നൽകി. ആ കുഞ്ഞുമായിട്ടാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്, ഈ അത്ഭുതം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സോജിയുടെ ഒരു കൂട്ടുകാരിക്കും ഇതുപോലെ 3 വർഷത്തോളമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രയർ ഡയറി വാങ്ങി ആ കൂട്ടുകാരിക്ക് കൊടുത്തു. അതിനു വേണ്ടിയും ഇവർ പ്രാർത്ഥിച്ചു. ആ കുട്ടിക്കും ഇതുപോലെ തന്നെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ നൽകി എന്നാണ് ഇവർ പറയുന്നത്. അവിടെയും അത്ഭുതം നടന്നു, കൂട്ടുകാരിക്കും അത്ഭുതം നടന്നു. മൂന്നാമത് ഒരു സാക്ഷ്യം കൂടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ പപ്പ കുറേ നാളുകളായി, ഏതാണ്ട് 20 വർഷത്തിലധികമായി ഗൾഫിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവിടെ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. കുറേ നാളുകളായിട്ട് അവിടെ സാമ്പത്തിക മാന്ദ്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിലെ തൊഴിലാളികളെല്ലാം പിരിച്ചുവിടാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ ഇവരുടെ പപ്പയ്ക്കും ജോലി നഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ വീണ്ടും ഇതുപോലെ പ്രയർ ഡയറി എടുക്കുകയും അതിൽ പപ്പയ്ക്ക് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. കോൾ സെൻറ്ററിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. TV പ്രോഗ്രാമുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിൽ കൂടെ ഇവർ ചേർന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ജോലി നഷ്ടപ്പെട്ട് താൻ ഇവിടെ വന്ന് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും വിസിറ്റിംഗ് വിസയിൽ താൻ വീണ്ടും ഗൾഫിലോട്ട് തന്നെ പോയി. അവിടെ ചെന്നു ഒരു കമ്പനിയിൽ ജോലി കിട്ടുമെന്നുള്ളൊരു ഉറപ്പിന്മേലാണ് താൻ അവിടെ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആ കമ്പനിക്കാരെ തന്നെ റിജക്റ്റ് ചെയ്തു, അവർക്ക് ജോലി കൊടുത്തില്ല. അങ്ങനെയുള്ള സമയത്താണ് ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. പക്ഷേ ദൈവം ചെയ്ത അത്ഭുതം എന്ന് പറയുന്നത്, ആ കമ്പനി തന്നെ തള്ളിക്കളഞ്ഞപ്പോൾ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സ്ഥാപനത്തിൽ ഇവർ ആവശ്യപ്പെടാതെ തന്നെ അവർ ഇങ്ങോട്ട് വിളിച്ച് അദ്ദേഹത്തിന് നല്ലൊരു ജോലി കൊടുത്തു. ഇന്ന് താൻ അവിടെ ജോലിയിലാണ് എന്നാണ്. 3 സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. ഹല്ലേലൂയ. അതിലൊരു കാര്യം എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി. ഹല്ലേലൂയ. നിങ്ങൾ ആർക്കെങ്കിലും കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ കൈകൾ ഉയർത്തിപ്പിടിക്കുക. ഇത് ഓൺലൈനിൽ കാണുന്നവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നങ്ങോട്ട് കൈ നീട്ടി പിടിച്ചോ മക്കളെ.
കർത്താവെ, ഇവിടെ ഒരു സാക്ഷ്യം ഞങ്ങൾ കേട്ടു. അവരിവിടെ നിൽക്കുകയാണ്. മക്കളില്ലാതെ വിവാഹ ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവർക്കായി ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നവരിലും ഇത് കാണുന്നവരിലും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ. എത്ര തടസ്സമാണെന്ന് പറഞ്ഞാലും ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ഇനിയും ഇതുപോലുള്ള സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കുവാനിടയാക്കണമേ. കർത്താവ്, പൈതലിനെ അങ്ങയുടെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി ദൈവത്തിൻ്റെ വാഗ്ദത്തമായി പൈതലിനെ തന്നല്ലോ. ഇവളുടെ ജീവിതത്തിൻ്റെ വളർച്ചയിലും ഭാവിയിലും കർത്താവ് കൂടിയിരിക്കണേ. എൻ്റെ മക്കളെയും അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലസ് യു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം തന്നെ കർത്താവെ കൈനീട്ടി ജനങ്ങളെ തൊടണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൈനീട്ടി തൊടുന്നതിനായി നന്ദി പറയും. ഹൃദയം മുഴുവൻ ദുഃഖം കൊണ്ട് നിറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കാൻ വരെ ചിന്തിക്കുന്ന പലരും ഇത് കാണുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ അവസ്ഥ കർത്താവ് കാണുന്നു. ഒരാൾ പുറത്ത് തട്ടി ആശ്വസിപ്പിക്കുന്ന പോലെ ദൈവാത്മാവ് ഇപ്പോൾ ഒരാശ്വാസം നിങ്ങളിൽ പകരുന്നുണ്ട്. നെഞ്ചിലേക്ക് കൈവച്ചത് സ്വീകരിക്കാമോ? വിവാഹ ജീവിതം തകർന്ന് തരിപ്പണമാകുന്നത് പോലെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ചില സഹോദരങ്ങൾ, കർത്താവ് യേശുവിൽ നിന്നുള്ള പരിഹാരവും ആശ്വാസം അവർക്കുണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിൻ്റെ അത്ഭുതം അവിടെ പ്രവർത്തിക്കുന്നതിനായി നന്ദി. അതുപോലെ ബ്രസ്റ്റിൽ ക്യാൻസറും മുഴകളുമൊക്കെയുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. ഇൻ ജീസസ് നെയിം. ഇപ്പോൾ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്ന ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്ന കിഡ്നിയുടെ രോഗങ്ങൾ കർത്താവ് എടുത്തു മാറ്റുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കൈകൾ നീട്ടിപ്പിടിക്കാം. ഏത് പ്രയാസത്തിലും കർത്താവ് ഒരു അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി. ഇൻ ജീസസ് നെയിം. ആമേൻ. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പ്രെയർ ലൈൻ നമ്പർ നിങ്ങളുടെ മൊബൈലിലോ എവിടെയാണെന്ന് വെച്ചാൽ സേവ് ചെയ്ത് വെക്കുക, എഴുതി വെക്കുക. അതിൽ വിളിക്കുക. പല ശുശ്രൂഷകരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ നിറയ്ക്കട്ടെ. നാളത്തേത് കാണാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.